പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന 46 ഇഞ്ച് ചെസ്റ്റും 48 ഇഞ്ച് ബ്രസ്റ്റും വരുന്ന ഒരു സാരി ബ്ലൗസാണ്. വളരെയധികം കണക്കുകൾക്ക് പ്രാധാന്യമുള്ളതും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുമായ ഒരു സൈസാണ് 46. പലപ്പോഴും പലരും ചോദിച്ചായിരുന്നു. അപ്പം വ്യക്തമായ ഒരു മെഷർമെൻറ്റ് കിട്ടിയിട്ട് ചെയ്യാം എന്ന് കരുതിയാണ് ഇരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏവർക്കും വളരെ വ്യക്തതയോടുകൂടി തന്നെ കേട്ടിരിക്കുകയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ സംശയം വരുന്ന ഭാഗങ്ങൾ ബുക്കിൽ കുറിച്ചെടുക്കുകയും ചെയ്യണം. എല്ലാ രീതിയിലുള്ള കൈക്കുഴിയുടെയും ഫ്രണ്ട് വെട്ടുന്ന രീതിയും ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും എല്ലാവരും നോക്കിയിരിക്കുക. എത്രയും പെട്ടെന്ന് എളുപ്പ വഴി മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് ചെയ്യാം. എല്ലാവരും ശ്രദ്ധയോട് കൂടിയിരിക്കുക. അപ്പം നമ്മൾ ബാക്ക് ഇതിനെ എപ്പോഴും നമ്മൾ വെട്ടുന്നതിന് മുന്നേ 1.5 ഇഞ്ച് നമ്മൾ ഈ തയ്യൽ തുമ്പ് കൊടുക്കും. ഹെമ്മിങ് മറിക്കാൻ വേണ്ടി, ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി 1.5 ഇഞ്ച് കൊടുക്കാം. തുണി കുറവാണ് 1/2 ഇഞ്ച് കൊടുത്ത് വെട്ടുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് കൊടുത്താണ് ഈ വെട്ടുന്നത്. അപ്പോൾ ഇവർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 15.5 15.5 രണ്ടെടുത്ത് മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ 15 രണ്ടെടുത്ത് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് തയ്യൽ തുമ്പ് നമുക്ക് 1/2 ഇഞ്ച് കൊടുക്കണം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. കൂടാതെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ തന്നെ ഇവിടെ നമ്മൾ 15.5 ലെങ്ത് മാർക്ക് ചെയ്യും. ഇനി ഇതിൻ്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് 15 ഇഞ്ചാണ്, 7.5. അപ്പോൾ ബാക്ക് നെക്ക് ഇറങ്ങുന്നതനുസരിച്ച് നമ്മൾ കുറച്ച് ഷോൾഡർ കുറച്ചും കൊടുക്കും. അപ്പം 7.5 ഇഞ്ച് താത്തു, 7.25 ഇഞ്ച് കൈക്കുഴിയും താത്തു. ഇത്രയും താത്ത് ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്തിട്ട് ശേഷമാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യുന്നത്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ബാക്ക് നെക്ക് നമ്മൾ 15 ഇഞ്ച് ഷോൾഡറും കൊടുത്തു, പിന്നെ 7.25 ഇഞ്ച് കൈക്കുഴിയും ഇറക്കി. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് 3.5 ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ വിത്ത് കൊടുക്കണം. വിത്ത് കൊടുത്തിട്ട് ഡീപ്പ് നെക്കാണ് 9.5. ഇത്രയും 9.5 നമ്മൾ ബാക്ക് നെക്ക് ഇറക്കുന്നു. അപ്പോൾ ഈ 9.5 ഇഞ്ച് നെക്ക് ഇറക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡറും കൂടെ നിർബന്ധമായിട്ടും കുറച്ച് കൊടുക്കണം. 1/2 ഇഞ്ച് ഷോൾഡറും കൂടെ കൊടുത്തു. ഷോൾഡർ ചെറിയ ഷേപ്പ് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യാനുള്ള എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ 46ൻ്റെ കൂടെ 4 കൂടെ ചേർത്ത് 50 ഇഞ്ച് 50 ഇഞ്ചിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 12.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യും. 38 താഴെ വേസ്റ്റ് വരുന്നത്. 9 ഇഞ്ച് അത് മാർക്ക് ചെയ്തു. കൃത്യമായിട്ട് ഇങ്ങനെ വരയ്ക്കണം. ഇതിൽ നിന്നും 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടാനുള്ള 1.25 തയ്യൽ തുമ്പ് കൂട്ടാനുള്ള ഇട്ടു. ഈ കണക്കും പ്രകാരം നമുക്ക് കൈക്കുഴി 20 ഇഞ്ച് മിനിമം തീർന്ന് കിട്ടണം. അപ്പം ഈ കൈക്കുഴി നമ്മൾ ജസ്റ്റ് നടന്നു പോകാം. നമുക്ക് 1.5 ഇഞ്ച് ഇവിടെ കൊടുത്തു. കറക്റ്റ് 3.5 ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം. എപ്പോഴും നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിയുടെ ഫുള്ള് നമുക്കൊന്ന് അളന്ന് നോക്കണം എത്രത്തോളം എത്തുന്നുണ്ട്. കറക്റ്റ് 20 ഇഞ്ച് തന്നെ നമുക്ക് കൈക്കുഴി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വളരെ വൃത്തിയായി തന്നെ വരച്ച് വെക്കുകയും എഴുതി വെക്കുകയും ചെയ്യണം. ഷോൾഡർ നമ്മൾ 15 മാർക്ക് ചെയ്തു. ബാക്ക് നെക്ക് 9 ഇഞ്ച് ഇറങ്ങിയുകൊണ്ട് 1/2 ഇഞ്ച് കുറച്ചിട്ട് ക്ലിയർ ചെയ്തു. 20 ഇഞ്ച് നമുക്ക് കൈക്കുഴി തീർന്ന് കിട്ടണം. പിന്നെ ബോഡി വണ്ണത്തിൻ്റെ 46 ആയിരുന്നു, 48 ബ്രസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, 4 ഇഞ്ചും കൂടെ കൂട്ടി 50. 50ൻ്റെ 4/1 ഇവിടെ മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. നമുക്ക് ബാക്ക് പീസ് വെട്ടാം.
ഇപ്പം നമ്മുടെ ബാക്ക് പീസ് 46 സൈസിൻ്റെ ബാക്ക് പീസ് നമുക്ക് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടാൻ പോകാനാണ്. എപ്പോഴും വെട്ടുന്ന പോലെ തന്നെ നമ്മളത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നു. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 4 ഇഞ്ച് ഇവിടെ തന്നെ എപ്പോഴും ഇടുന്നത് പോലെ കൂടുതലിടണം. ഇതേ സ്ട്രെയിറ്റിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ സ്ട്രെയിറ്റായിട്ട് തന്നെ ഇങ്ങനെ ഒരു വര കൊടുക്കണം. ഇങ്ങനെ വര കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ഇങ്ങനെ തന്നെ ഒരു വരയും കൂടെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ബാക്ക് നെക്കിൽ എത്ര ഇഞ്ച് കൊടുത്തോ അതിൽ നിന്നും 4 ഇഞ്ചും കൂടെ കൂട്ടി അളവുണ്ടോ എന്ന് നോക്കുന്നു. 3.25 കൊടുത്തു, 3.5 കിട്ടി. ഇനി 6.5 ഇഞ്ചാണ് നമുക്ക് ഫ്രണ്ട് നെക്ക് വരുന്നത്. അപ്പം നമ്മൾ 1/2 ഇഞ്ച് കൂടെ തള്ളിയിട്ട് 4 ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുത്തിട്ട് 6.25 നമ്മൾ മാർക്ക് ചെയ്യും. 6.25 മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്വയർ വരച്ചിട്ട് നല്ല പക്ക ഇങ്ങനെ റൗണ്ട് കൊടുക്കും. എങ്കിൽ മാത്രമേ ഉള്ളൂ ഫ്രണ്ട് നെക്കിന് നമുക്ക് റൗണ്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഫ്രണ്ട് ബാക്ക് പീസ് ഒപ്പം വെട്ടിയതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ 1.5 ഇഞ്ച് ബാക്കിൽ ഇതിട്ടാണ് വെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് പീസ് ഒപ്പം തന്നെ വെട്ടിയാൽ മതി. കാരണം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് 1.5 ഇഞ്ച് കൂടുതലാണ് വെട്ടുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇത് 1 ഇഞ്ച് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോഴുള്ളൂ. ഇത് നമ്മൾ ഒപ്പം തന്നെ വെട്ടിയിട്ട് നമ്മൾ 4.5 ഇഞ്ച് ഇതിൽ മാർക്ക് ചെയ്യണം. 4.5 ഇഞ്ച് നമ്മൾ ചെയ്താൽ എങ്ങനെ പോയാലും 3.5 ഇഞ്ച് 3.25 ഇഞ്ച് നമുക്ക് ബെൽറ്റ് പീസ് തീർന്ന് കിട്ടും. പിന്നെ കപ്പ് സൈസ് കൂടുതലുള്ളതുകൊണ്ട് ഈ സൈഡിൽ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. എങ്ങനെ മാർക്ക് ചെയ്യണം? ഈ മാർക്കിൽ നിന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് നല്ല ക്രോസിൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം. നല്ല ക്രോസിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെങ്കിലും നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ഏകദേശം മാർക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്ക് പീസ് അങ്ങ് മാറ്റാം. നല്ല റൗണ്ടിൽ വെട്ടണം ഫ്രണ്ട് നെക്ക്. നാലിഞ്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഡാട്ട് കൂടുതൽ പിടിച്ചാലും നമുക്ക് ശരിക്കും ഫ്രണ്ട് പീസ് കിട്ടും. ഇനി ബാക്ക് പീസ് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ കൂടെ കയറ്റുമ്പോൾ കൊടുത്തു. 4.25 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്യണം. 4.25 4.5 ആയാലും കുഴപ്പമില്ല. എന്നിട്ട് സ്ട്രെയിറ്റ് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കണം. ഈ 4.25 കേന്ദ്രീകരിച്ച് ഒരു ലൈൻ ഇങ്ങനെ ഞാൻ തന്നെ താഴെ വരച്ചിട്ട് 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. 10.25 ഒരു പോയിൻ്റ് ഡാട്ടിൻ്റെ. എന്നിട്ട് 3.25 ഇഞ്ച് ഡാട്ടിൻ്റെ വിത്ത് കൊടുക്കണം. 1.5 പോയിൻറ്റും കഴിഞ്ഞ് 3.25 മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഡാട്ടിൻ്റെ ആദ്യം മാർക്ക് ചെയ്യണം. ഇത്രയും ഒരു മാർക്കിന് ശേഷം നമ്മൾ പിന്നീട് ചെയ്യുന്നത് ബെൽറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ഞാൻ ഡോട്ടിട്ട് കൊടുത്തിട്ട് ബെൽറ്റ് പീസ് കട്ട് ചെയ്യണം. ഇതിന് ശേഷം ബെൽറ്റ് പീസ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് 38 4 9.5 1.25 ഇഞ്ച് തയ്യൽ തുമ്പ. ഇത്രയും വെച്ച് ആദ്യം ബെൽറ്റ് മാർക്ക് ചെയ്യുന്നു. നല്ല ക്രോസിൽ തന്നെ കൊടുത്തോണം. ഇത് നല്ല വണ്ണമുള്ള ആളുടെ ഇതായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നല്ല ക്രോസിൽ തന്നെ ഇവിടെ കൊടുത്തോണം. 4 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് വിടണം. ഇത് നമ്മുടെ ഫ്രണ്ട് പീസൊക്കെ പിടിച്ചിരുത്താൻ വേണ്ടി. ബെൽറ്റ് പീസും ബാക്ക് പീസും നമുക്ക് ഓക്കെ. ഇനി ഫ്രണ്ടിലേക്ക് പോകണം. പിന്നെ ടക്ക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി 3/4 ഇഞ്ച് ഈ ഭാഗത്ത് നിന്ന് എടുത്ത് വിടണം. ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് 3/4.
ഈ സെൻറ്ററിൽ നിന്ന് 3.25 ഇഞ്ച് ഈ മെയിൻ ഡാട്ടിൽ നിന്നും 1/4 ഇഞ്ച് കയറി നിൽക്കുന്ന പോലെ 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. 1.25 ഇവിടുന്ന് താത്ത് 3/4 ഇഞ്ച് വരുന്ന പോലെ ഫ്രണ്ട് കുഴിച്ചു വിടണം. ഓക്കെ, 1.25 ഇഞ്ച് ഡിഫറൻസ് വരുന്ന പോലെ ഈ ഭാഗത്ത് നമുക്ക് മാർക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് 3 ഡാട്ടും ഓക്കെ ആയി. മെയിൻ ഡാട്ടുമായി നെക്കിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടി ഒരു 1/4 ഇഞ്ച് ഇതായി ഇവിടെ നിന്ന് എടുത്ത് വിടണം. നമുക്ക് കുറച്ച് ടൈറ്റായി നിൽക്കും. ഇനി നമുക്ക് ബാക്ക് പീസ് വെച്ച് സൈഡൊന്ന് ചെക്ക് ചെയ്യണം. വണ്ണമുള്ള ബ്ലൗസ് ആയതുകൊണ്ട് ഡാട്ടൊക്കെ പിടിച്ചിട്ട് ഈ മാർക്കിൽ തന്നെ ബെൽറ്റ് പീസ് വെക്കണം. ഇതാ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ലെങ്തുമായിട്ട് സൈഡ് ക്ലിയർ ആണോ എന്ന് പ്രത്യേകം നോക്കണം. കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ശകലം പോലും നമുക്ക് സൈഡ് വ്യത്യാസമില്ല. അപ്പോൾ സൈഡ് നമ്മൾ ക്ലിയർ ചെയ്യും. ഇത് നിങ്ങൾ പ്രത്യേകം ഇത്രയും വണ്ണമുള്ള ബ്ലൗസാണ്. അപ്പോൾ ബ്ലൗസ് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? കൈക്കുഴിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, സൈഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, പ്രത്യേകം നോക്കിയേ പോകാവുള്ളൂ. എന്തെങ്കിലും വ്യത്യാസം എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ ഇറക്കത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നമുക്ക് പടിപ്പീസ് കൂടുതൽ വെട്ടാനുള്ള ഒക്കെ ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഇത് ഇറക്കം വെച്ച് കുറഞ്ഞു പോയി, ബാഗുമായിട്ട് നിങ്ങൾ വെട്ടുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ ഈ പടിപ്പീസ് നമുക്ക് കുറച്ചും കൂടി ഈ സൈഡിൽ നമുക്ക് വീതി കൂട്ടി ഒരു പീസിൽ വെട്ടിയെടുത്താണെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് കൈ വെട്ടുന്നതിലേക്ക് പോകാം. കൈ നമ്മൾ മടക്കിയിടുമ്പോൾ 1.5 ഇഞ്ച് നമുക്കിവിടെ കിട്ടുന്ന രീതിയിൽ തന്നെ കൈ മടക്കിയിടണം. അപ്പോൾ ഏകദേശം ഒരു 1.40 1.35 അളവുണ്ട്. 36 ഇഞ്ച് വീതിയിൽ തുണിയാണെങ്കിൽ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇതാ ഇങ്ങനെ മാർക്ക് കൊടുത്തു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. 9 ഇഞ്ചാണ് കൈനീളം. 9 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് ഹെമ്മിങ്ങിന് കൊടുത്തു. 14 ഇഞ്ച് കൈ ലൂസുണ്ട് ഈ ഭാഗത്ത്. 7 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് 4 ഇഞ്ച് ഈ മാർക്കിൽ നിന്ന് നമ്മൾ താഴെ വിടണം. 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 10.25 ഇഞ്ച് 10.5 ഇഞ്ച് ഇവിടെ കിട്ടുന്ന വിധത്തിൽ ഒരു മാർക്ക് ആദ്യം കൊടുക്കണം. സംശയം തോന്നുവാണെങ്കിൽ ഇങ്ങനെ നിങ്ങളൊരു ക്രോസ് ഒരു വര വരച്ചു. എന്നിട്ട് ബാക്ക് പീസ് എടുത്ത് ഇത്രയും വണ്ണമുള്ള ബ്ലൗസ് ആയതിൻ്റെ പേരിൽ നമ്മൾ തീർച്ചയായിട്ടും ബാക്ക് പീസ് എടുത്തിട്ട് ചെക്ക് ചെയ്യണം. ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ മാർക്ക് എന്തെങ്കിലും വ്യത്യാസം എന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യാസം വരുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ധൃതി വെക്കാതെ ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ കൈ വെട്ടാവുള്ളൂ. മറന്നു പോകരുത്. ഇത്രയും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇനി കൈ നമുക്ക് ബാക്ക് പീസ് മാറ്റിയിട്ട് ഫുൾ റൗണ്ട് എടുത്ത് വെട്ടണം. ഇതങ്ങനെ ഷേപ്പ് സ്കെയിലിൽ തന്നെ ഇങ്ങനെ കൊടുത്തു. ഇവിടെയും കൊടുത്തിട്ട് റൗണ്ടിലൊരു മാർക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ കൈയുടെ മാർക്കും കൈയും പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ വലിപ്പമുള്ള ബ്ലൗസ് വെട്ടാൻ എല്ലാവർക്കും ഒരു പേടിയാണ്. അപ്പോൾ ഇതേ സെയിം സ്കെച്ചിൽ വെട്ടിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെട്ടാവുന്നതേ ഉള്ളൂ. ഒരു 1.25 ഇഞ്ച് ഇവിടെ കൊടുത്തു. 2.5 ഇഞ്ച് ഈ ഭാഗത്ത് കൊടുത്തു. ഈ രണ്ടിടത്തും നമുക്ക്
എത്ര വരുന്നുണ്ടോ അതിൻ്റെ താഴെ 3/4 ഇഞ്ച് നമുക്ക് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഷേപ്പ് എടുത്ത് വെക്കണം. ഇതെങ്ങനെ തന്നെ ഫ്രണ്ട് കുടഞ്ഞു വെട്ടിട്ടുണ്ട്. അപ്പോൾ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ബാക്ക് കഴുത്ത് നമ്മൾ എത്രത്തോളം കുഴിച്ചു വെട്ടിയിട്ടുണ്ട്. ഇതേ അളവിൽ ചെയ്താൽ മതി. 14 ഇഞ്ചാണ് അടിവശത്തെ ലൂസ്. ഇങ്ങനെ തന്നെ നിങ്ങൾ വലിപ്പമുള്ള ബ്ലൗസുകൾ വെട്ടുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിലിടുക. നമുക്ക് അതിനുള്ള പരിഹാര മാർഗം കണ്ടെത്താം. അപ്പോൾ എല്ലാവരും നല്ല തയ്യക്കാരായി മാറട്ടെ. എല്ലാവർക്കും എല്ലാ സംശയങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പറയുന്നു. നമ്മൾ ബാക്ക് പീസ് വെട്ടി, ഫ്രണ്ട് പീസ് വെട്ടി, ബെൽറ്റ് പീസ് വെട്ടി, കൈ വെട്ടി. എല്ലാവരും ഇതുപോലെയൊക്കെ കണ്ടുപഠിക്കുകയും സംശയങ്ങൾ കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്താൽ മതി. നമുക്ക് വലിപ്പമുള്ള ബ്ലൗസുകൾ ഇനി ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ടും നമ്മുടെ ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുന്നു. താങ്ക് യു.